നമസ്കാരം. ശിവടിച്ചിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബികോം പാഠപുസ്തകമായ ഭാഷാ സാഹിത്യ വ്യവഹാരങ്ങൾ സെക്കൻഡ് സെമസ്റ്ററിലെ പുസ്തകമാണ്. അതിലെ യാത്രാ വിവരണത്തിലേക്ക് കടക്കുക. എസ് കെ പൊറ്റക്കാട്ടിന്റെ പാതിരാ സൂര്യന്റെ നാട്ടിൽ എന്ന ഒരു പഠനക്കുറിപ്പാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് ഹെൽസിങ്കിയിലേക്ക് ഉള്ള യാത്രയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ പാഠഭാഗത്തെ ആശയങ്ങൾ പ്രധാനമായിട്ട് പറയുന്നത് ഹെൽസിങ്കിയിൽ നടക്കുന്ന ലോക സമാധാന സമ്മേളനത്തിലെ ഒരു പ്രതിനിധി പോകണമെന്ന് പറഞ്ഞപ്പോൾ പാർലമെന്റ് അംഗമായിരുന്നല്ലോ എസ് കെ പൊറ്റക്കാട്ട്. അങ്ങനെ അദ്ദേഹം പ്രതിനിധിയായിട്ട് പോവുകയാണ്. അപ്പോൾ 1955 6 ഇന്ത്യൻ പ്രതിനിധികളെയും കൊണ്ട് പാലം വിമാനത്താവളത്തിൽ നിന്നാണ് 60 പേരടങ്ങുന്ന സംഘം പുറപ്പെടുന്നത്. ഡൽഹിയിലെ കൊടും ചൂട് വർണ്ണിക്കുന്നുണ്ട്. പേർഷ്യ ഉൾക്കടലിന് മേതെയുള്ള യാത്രയെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട് യാത്രാ വിവരണത്തിൽ. പിന്നെ ബഹ്റിനിൽ എത്തിച്ചേർന്നവരുടെ കാര്യങ്ങൾ സൂക്ഷ്മമായി വിവരിക്കുന്നു. ബഹ്റിനിൽ നിന്ന് ഡെമസ്കാസ് വഴി വിമാനത്തിലിരിക്കുമ്പോൾ ഡെമസ്കാസ് ഭൂപ്രകൃതിയെ കാവ്യപരമായിട്ട് അദ്ദേഹം വർണ്ണിക്കുന്നു. പച്ച മരങ്ങളുണ്ട്, ഈന്തപ്പന തോപ്പുകളുണ്ട്. അത് മരുഭൂമിന്റെ മാറിൽ ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുന്ന പോലെയാണ് ഈ പച്ചപ്പ് കാണുന്നത്. ഇപ്പൊ ദീപങ്ങൾ നിറഞ്ഞ റോം നഗരത്തെ കുറിച്ച് പറയുന്നു. കിഴക്കൻ ഫ്രാൻസും കഴിഞ്ഞാണ് ആംസ്റ്റർഡാമിൽ എത്തുന്നത്. ആകാശത്തു നിന്ന് ഭൂമിയെ നോക്കുമ്പോഴുള്ള മനോഹരമായ കാഴ്ചകൾ എസ് കെ സുന്ദരമായി വിവരിച്ചിട്ടുണ്ട്. ഡെൻമാർക്ക്, കോപ്പൻഹേഗൻ തുടങ്ങിയ നഗരങ്ങൾ കണ്ട് സ്വീഡനും കടന്ന് ബാൾട്ടിക് സമുദ്രത്തിന്റെ മീതെ വിമാനം പ്രവേശിച്ചപ്പോൾ കോടമഞ്ഞ് മൂടിയ 1955 ഈ യാത്രാ സംഘത്തിന്റെ യാത്രാ സമയം. ഇന്നത്തെ പോലെ ആധുനികമായ ഒരു സംവിധാനങ്ങളും ഇല്ല. എന്നിട്ട് ഇത്ര സുന്ദരമായ അവര് ഇവിടെ നിന്ന് അത്രയും ദൂരം എത്തിച്ചേർന്നു. അത് അദ്ദേഹം എത്ര മനോഹരമായി വിവരിച്ചു നമ്മൾ ഓർക്കണം. ഫിൻലൻഡിലാണ് ഇവർ എത്തുന്നത്. പിന്നെ കോടമഞ്ഞിനിടയിലൂടെ വിമാനം ഓടിക്കുന്നതിന്റെ സാഹസികത അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഫിൻലൻഡിലെ ഹെൽസിങ്കിയിൽ സുരക്ഷിതമായി വിമാനം ഇറങ്ങി. രണ്ടാമത്തെ അധ്യായം ഓട്ടോണിയമി എന്നുള്ള സ്ഥലമാണ്. മാൽമ എന്ന പേരുള്ള വിമാനത്താവളത്തിൽ എത്തിയതും കസ്റ്റംസുകാർ വന്നു. അവരുടെ പരിശോധനയ്ക്ക് ശേഷം ഹെൽസിങ്കിയിലെ സമാധാന കമ്മിറ്റി ഓഫീസിലേക്കുള്ള യാത്ര. അവിടുത്തെ ടെക്നോളജിക്കൽ ഹോസ്റ്റൽ കെട്ടിടത്തിലാണ് ഇന്ത്യൻ സംഘത്തിന്റെ യാത്രയ്ക്കുള്ള താമസം ഒരുക്കിയത്. വിദ്യാർത്ഥികളുടെ ഗ്രാമമാണ് ഇത്. അപ്പോൾ ഭൂലോകത്തിന്റെ വടക്കേ അറ്റത്ത് മനുഷ്യര് താമസിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ സ്ഥലമാണ് ഫിൻലൻഡ്. അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, മനുഷ്യരുടെ പ്രത്യേകതകൾ, 12ാം നൂറ്റാണ്ടിൽ മുതലുള്ള അവിടുത്തെ ചരിത്രം, അവിടെ നടന്ന റഷ്യയും ഫിൻലൻഡും തമ്മിലുള്ള യുദ്ധം, ഇതെല്ലാം അദ്ദേഹം തന്റെ കൃതിയിൽ വിവരിക്കുന്നു. പിന്നീട് ഹെൽസിങ്കി നഗരം എന്ന് പറഞ്ഞാൽ മരങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു നഗരമായിരുന്നു. 1808 ഭയങ്കരമായ ഒരു അഗ്നിബാധയുണ്ടായി. അതിനുശേഷം ഇന്ന് കാണുന്ന ഹെൽസിങ്കി നഗരം ഉണ്ടായി. വനങ്ങൾ ധാരാളമുള്ള ഭൂപ്രദേശമാണ്. അപ്പോ അതിന്റെ ഒരു സവിശേഷത പറയുന്നുണ്ട്. കായ്യ എന്ന പേരുള്ള ഒരു അദ്ദേഹത്തിന് ട്രാൻസ്ലേറ്റർ ഉണ്ടായിരുന്നു. പച്ചപ്പൊന്നെന്ന് വിളിക്കുന്ന പൈൻമര കാടുകളെ കുറിച്ചുള്ള വർണ്ണന, കൃഷി നിലങ്ങളെ കുറിച്ചും ബാർലി, ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങളുടെ കൃഷി രീതി, അപ്പോൾ ഇതിനെക്കുറിച്ച് കൃഷിയിടങ്ങളെ കുറിച്ചെല്ലാം വിവരിക്കുന്നുണ്ട്. ക്രിസ്തു മതത്തിനാണ് ആ സ്ഥലത്ത് പ്രാധാന്യം. അപ്പോൾ ഒരു മതത്തിൽ പെടാത്തവര് സിവിൽ രജിസ്റ്റർ അംഗങ്ങൾ എന്ന രീതിയിൽ ജീവിക്കുന്നു. തടാകങ്ങളുടെ നാടാണ് ഫിൻലൻഡ്. വഴിയിൽ തുസൂള, ലഡോഗ തുടങ്ങിയ തടാകങ്ങളുണ്ട്. ഫിൻലൻഡിലെ തടാക പരമ്പരകളാണ്. ഒരു തടാകം കഴിയുമ്പോൾ അടുത്തത്. അതിന്റെ സൗന്ദര്യം കാണണമെങ്കിൽ വിമാനത്തിലൂടെ യാത്ര ചെയ്യണം. ചെറുതും വലുതുമായി പല രൂപത്തിലുള്ള ഇന്ദ്രനീല തടാകങ്ങൾ, 10,000-കണക്കിന് പൈൻ മരങ്ങളുടെ തൊങ്ങലുകളുടെ വലയത്തിലാണിത് കാണുന്നത്. ഇപ്പൊ ലോകത്തിൽ ഒരിടത്ത് ഇത്ര സുന്ദരമായ തടാകങ്ങളുടെ ദൃശ്യം കാണാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ ഹിമപാളികളുടെ ഇടയിലൂടെയുള്ള സ്കീയിങ്, സ്ത്രീകളുടെ ആധിക്യം, അവിടുത്തെ വിവാഹ സമ്പ്രദായത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. ഫിൻലൻഡിന്റെ മുഖ്യ സമ്പത്ത് എന്ന് പറഞ്ഞാൽ മരങ്ങളാണ്. പൈനുണ്ട്, സ്പ്രൂഫ് ഉണ്ട്, ബർച്ച് ഉണ്ട് തുടങ്ങിയ സാധാരണ വൃക്ഷങ്ങളെല്ലാം ഉണ്ട്. പിന്നെ വനപാലനം അവിടുത്തെ ഒരു തൊഴിലാണ്. രാജ്യരക്ഷാ സേനയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നു. പിന്നെ അദ്ദേഹം ആ സമാധാന യോഗം കഴിഞ്ഞുള്ള മനോഹരമായ ഒരു അത്താഴം കഴിച്ചതോ വിവരിക്കുന്നതോടുകൂടി അദ്ദേഹം പൂർത്തിയാകും. അപ്പൊ എസ് കെയുടെ യാത്രാ വിവരണത്തിന്റെ സവിശേഷതകളാണ് ഈ പാഠഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പ്രദേശത്ത് പോയാൽ അവിടുത്തെ ജനങ്ങൾ, അവരുടെ സംസ്കാരം, അവരുടെ പ്രാദേശിക രീതികൾ, ഭൂമിശാസ്ത്രം, കൃഷി രീതി, ഭാഷ, ഇതെല്ലാം അദ്ദേഹം മനസ്സിലാക്കിയാണ് രേഖപ്പെടുത്തുന്നത്. പിന്നെ മനുഷ്യരിലെ നന്മയും പ്രദേശത്തിന്റെ സൗന്ദര്യവും മാനവികതയുടെ സ്നേഹദർശനങ്ങൾ എന്ന രീതിയിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നു. പിന്നെ ഇന്ന് ഇത്തരം യാത്രാ വിവരണങ്ങൾക്ക് പ്രസക്തിയില്ല. കാരണം 70 വർഷം മുമ്പ് ഭൂമിയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന്
പോയിരുന്ന മനുഷ്യർ ഭക്ഷണവും ഭാഷയും കലാരൂപങ്ങളും ഒക്കെ അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നു. അപ്പൊ പാതിരാ സൂര്യന്റെ നാട്ടിൽ എന്ന പുസ്തകത്തിലെ ആദ്യത്തെ 3 അധ്യായങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നോർവേ ലാൻഡ് ഓഫ് മിഡ് നൈറ്റ് സൺ എന്ന് പറയുന്നത്, അതായത് നോർവേയില് നട്ടുച്ചയ്ക്ക് ചിലപ്പോൾ വേനൽക്കാലത്ത് രാത്രിയിൽ സൂര്യനെ കാണാം, അർദ്ധരാത്രി. ചെറിയ നോട്ട് കൂടെ ഇതിനോടൊപ്പം ചേർക്കാം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ.